ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. വളരെ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് ഇനി മുന്നോട്ട് ഡയാലിസിസ് പോലും ചെയ്ത് മുന്നോട്ട് അധികം പോകാൻ സാധിക്കാത്ത അത്രയും ശാരീരിക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി ഗതികേട് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് ഈ ഒരു സഹായ അഭ്യർത്ഥന നടന്നത്. ഈ പിതാവ് ഇവിടെ വന്നപ്പോ നമ്മളോട് പറഞ്ഞത് ഡയാലിസിസിന് പോലും യാതൊരു മാർഗവും ഇല്ല, വല്ലാത്തൊരു പ്രയാസത്തില ഞാനും എൻ്റെ മകനും. വേദന ഈ പുണ്യ റമദാൻ നാളിൽ നമ്മൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാതെയും പോകരുതേ പ്രിയപ്പെട്ടവരെ. വളരെ ഗുരുതരാവസ്ഥയാണ്. ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ്, സകാത്തിന് അർഹതപ്പെട്ട കുടുംബമാണ് പ്രിയപ്പെട്ടവരെ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട 2 സഹോദരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണേ. അവസാന സ്റ്റേജിലാണ്. ഫിസ്റ്റുല ഘടിപ്പിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്നുണ്ടെങ്കിലും അവസാന സ്റ്റേജിലാണ്. ഇനി ഡയാലിസിസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വളരെ എമർജൻസിയായി കിഡ്നി മാറ്റി വെച്ചാൽ മാത്രമേ ഈ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയാൽ പിന്നെ ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി വലിയ രീതിയിലുള്ള പരിശ്രമത്തോടു കൂടി നാടും നാട്ടുകാരും ചേർന്ന് പരമാവധി സഹായം സമാഹരിച്ചു. ഈ ഒരു 70 ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള സംവിധാനമില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് വന്ന് കൈകൂപ്പിക്കൊണ്ട് ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ച് ഈ 2 ജീവനുകളും രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് ഈ പുണ്യ റമദാൻ നാളിൽ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. 2 ജീവനുകളും അപകടത്തിലാണ്. കരയണ്ട, മോനൊന്നും സംഭവിക്കൂല കേട്ടാ. കരയില്ല. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ് പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര മാണിക്കപ്പറമ്പ് പ്രദേശത്ത് താമസിക്കുന്ന റിയാസും അവരുടെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ആ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഷൈജല് റിയാസ് ഈ 2 സഹോദരന്മാരുടെ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ നടക്കുകയും പരമാവധി ഞങ്ങൾ കാശ് സ്വരൂപിക്കുകയും ചെയ്തു. പക്ഷേ തികയാത്ത സാഹചര്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്തെ 2 ചെറുപ്പക്കാരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. 90% കൂലിപ്പണിക്കാരായ ഈ പ്രദേശത്തെ ആളുകൾക്ക് കഴിയാവുന്നതിലും അപ്പുറമാണ് അതിന്റെ ചികിത്സന്റെ ചെലവ് എന്ന് മനസ്സിലാക്കിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. 2 രോഗികളുടെ ചികിത്സയ്ക്ക് 70 ലക്ഷം രൂപ അത്യാവശ്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് സമാഹരിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നെന്ന്